ഇന്നലെ രാത്രിയത്തെ ഡിന്നർ കുറച്ച് ഹെവി ആയതുകൊണ്ട് ഇന്ന് മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെറുതായിട്ടൊന്ന് സിമ്പിൾ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ ഒരു ഡ്രാഗനാണ് ഷേക്ക് അടിച്ച് കുടിച്ചതും പിന്നെ ഒരു ചെറിയൊരു ഓംലേറ്റും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നേരെ പോയത് എൻ്റെ വീട്ടിലെ കുട്ടി സാധനത്തിൻ്റെ ലഞ്ച് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ചോറും അതുപോലെ തന്നെ ഫിഷ് ഫ്രൈയും കോവയ്ക്ക മെഴുക്ക് വരട്ടിയൊക്കെയാണ് ആളുടെ ലഞ്ചായിരുന്നത്. പിന്നെ എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആളുടെ സ്പെഷ്യൽ സാധനമാണ് മോര് കറി. അതില്ലെങ്കിൽ എൻ്റെ കുഞ്ഞു ചോറ് കഴിക്കത്തേ ഇല്ല. അപ്പോൾ അവൻ്റെ മോര് കറിയും കൂടെ സെറ്റാക്കി അവനെ ഒന്ന് പറഞ്ഞു വിട്ടതിന് ശേഷമാണ് അടുത്ത എൻ്റെ ബാക്കി കാര്യങ്ങളിലോട്ട് ഞാൻ ഇറങ്ങിയത്. എനിക്കൊരു ചെറിയ ബിസിനസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് സാമ്പിൾ കളക്ഷൻസ് ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. കൂടുതലും ഹിജാബ്സും അബായൊക്കെയാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത്. ഞാനിടയ്ക്ക് വിചാരിക്കാറുണ്ട്, പണ്ട് ഞാനൊരു ലോകം അടിച്ചായിരുന്നു. ഇപ്പം ഞാൻ എന്തൊക്കെയാണ് ഒരു ദിവസം എൻ്റെ വീട്ടിൽ ചെയ്യുന്നത്. എനിക്ക് ചില സമയം എന്നോട് തന്നെ റെസ്പെക്റ്റ് തോന്നാറുണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ. ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഹൗസ് വൈഫ് അല്ലേ, എന്താ പണി, എപ്പോഴാണ് നമുക്ക് പണി ഇല്ലാത്തതെന്നാണ് ഞാൻ ആലോചിക്കാറുള്ളത്. എപ്പോഴും പണിയല്ലേ, ഒരു പണി തീർന്നാൽ അടുത്ത പണി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഞാൻ കിച്ചണിലോട്ട് കയറിയത് ഉച്ചയ്ക്കുള്ള ഫിഷ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ. ഇന്നെനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ബി ഓൾവേസ് ഗ്രേറ്റ്ഫുൾ. നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. നിങ്ങളൊരു ഹദീസ് കേട്ടിട്ടില്ലേ, ഇന്ന് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതൊരിക്കലും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഉണ്ടായ കാര്യമാണ്. ചില ആൾക്കാരുണ്ട്, അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ചെറിയൊരു സങ്കടമായിട്ടുള്ള സിറ്റുവേഷനോ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വന്തം ലൈഫിനെ കുറ്റപ്പെടുത്താനും എപ്പോഴും വിഷമിച്ചിരിക്കാനും അങ്ങനെയൊക്കെ ടെൻഡൻസി ഉള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഇന്ന് എന്തുണ്ടോ അതിൽ നമ്മൾ സന്തോഷിക്കുക. നാളത്തേക്ക് വേണ്ടി ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. നാളെ നമ്മൾ ജീവനോടെ ഉണ്ടാകോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. സോ എപ്പോഴും സന്തോഷമായിട്ട് ഗ്രേറ്റ്ഫുള്ളായിട്ട് ഇന്ന് എന്താണോ നമുക്കുള്ളത് അതിനെ എൻജോയ് ചെയ്ത് അൽഹംദുലില്ലാ പറഞ്ഞ് ജീവിക്കുക കേട്ടോ. ഇനി നമ്മുടെ വിഷയത്തിലോട്ട് വീണ്ടും വരാം. അങ്ങനെ ഫിഷ് കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് റാഹത്തായിട്ട് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചതിന് ശേഷം നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മോള് സ്കൂള് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് അവലൊക്കെ നനച്ച് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അതോടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിച്ചു.